ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെയും അനുഗ്രഹിച്ചതിനോർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും ആദ്യമേ തന്നെ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ജെയ്സി പ്രിൻസ്. ഇത് ഹസ്ബൻഡ് പ്രിൻസ്, മൂത്ത മകൻ റിച്ചാർഡ് അന്റോണിയോ, ഇളയ മകൻ ആൽഫി പ്രിൻസ്. ഞങ്ങൾ വരുന്നത് മുണ്ടമ്മേലി, കൊച്ചിയിൽ മുണ്ടമ്മേലി എന്ന സ്ഥലത്ത് നിന്നാണ്. എൻ്റെ ഇടവക സെൻറ്റ് ലൂയിസ് ചർച്ച്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ 11 ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ ഹസ്ബൻഡ് 14 വർഷത്തോളം വിദേശത്തായിരുന്നു. എനിക്കും ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അധ്വാനിച്ചിട്ടും സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനോ നല്ലൊരു ഭവനം വയ്ക്കാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നു പോകുമ്പോഴേക്ക് ഇത്രയും നാളും വിദേശത്ത് നിന്ന് ആളുടെ ഒരവസ്ഥ അല്ലല്ലോ എന്ന് ഓരോരുത്തർ ചോദിക്കുമായിരുന്നു. പലരുടെയും ചോദ്യം ഞങ്ങൾ വളരെയധികം പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ബോധ്യത്തിൽ ഹസ്ബൻഡ് അനാവശ്യമായി പൈസ കളയുന്ന ഒരാളല്ല. ഞാനും ആ രീതിയിൽ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞങ്ങളെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നവർ തന്നെ എൻ്റെ പിടിപ്പുകേടും എൻ്റെ കഴിവില്ലായ്മയാണ് ഇങ്ങനെയൊക്കെ ആയെന്നുള്ള വിധത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്ക് മെൻ്റലി ഡൗണായി ആകെ ഡിപ്രഷൻ മോഡിലേക്ക് പോകുന്നൊരവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആദ്യത്തെ 2 പുതുക്കലും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഞാനും പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥനയൊക്കെ കുറവായിരുന്നു. പക്ഷേ 3ാമത്തെ പുതുക്കൽ ഹസ്ബൻഡ് വിദേശത്ത് നിന്ന് വന്നായിരുന്നു. ആ സമയത്ത് ഞാൻ ജോലി നിർത്തിയൊരു പലചരക്ക് കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിലും കുറേ ബുദ്ധിമുട്ടുള്ള സമയത്താണ് ആ 3ാമത്തെ പുതുക്കലിൽ ഞങ്ങൾ ഇവിടെ വന്നത്. അന്ന് മെയിനായിട്ട് വെച്ചത് ഒന്നെങ്കിൽ പലചരക്ക് കട മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണേ, അല്ലെങ്കിൽ അത് നിർത്തിയാൽ അതിൻ്റെ മേലുള്ള കടം വീട്ടാനുള്ള വിധത്തിലൊരു ജോലി തന്ന അമ്മ അനുഗ്രഹിക്കണേ എന്നാണ് ആദ്യം വെച്ചത്. പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് മോൻ +2 കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ SSR നേവിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സെലക്ഷൻ കിട്ടണമെന്നും അമ്മയോട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെച്ചത് ഹസ്ബൻഡിൻ്റെ കാര്യമാണ്. ആ കമ്പനിയിൽ വലിയ ഗുണമൊന്നും ഇല്ലെങ്കിലും ഹസ്ബൻഡ് നിർത്തി പോരാതെ എപ്പോഴും തിരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഒന്നെങ്കിൽ ആ കമ്പനിക്കൊന്ന് മെച്ചപ്പെടുത്തി കൊടുക്കണം, അല്ലെന്നാണെങ്കിൽ ഹസ്ബൻഡിന് അത് നിർത്തി പോരാനുള്ളൊരു സാഹചര്യം ഒരുക്കി തരണേ എന്ന്. ആ 3ാമത്തെ പുതുക്കലിൽ തൊട്ടടുത്തുള്ള 3 മാസമായിട്ട് അമ്മ ഞങ്ങൾക്ക് ഇതെല്ലാം ക്രമപ്പെടുത്തി തന്നത് എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. ആദ്യമേ തന്നെ മോന് നേവിയിൽ അപ്ലൈ ചെയ്തത് പല കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ കുറവുകളും നിറവുകളാക്കി അമ്മ ഓരോ എക്സാമിലും PFTയും ട്രിവാൻഡ്രത്ത് പോയത് എക്സാമൊക്കെ എല്ലാം അനുഗ്രഹിച്ച് പാസ്സാക്കി കൊടുത്തു. അവിടെ സെലക്ഷൻ കിട്ടി. ഇപ്പോൾ 2 വർഷമായിട്ട് മോൻ ഗോവയിൽ അവിടെ സ്ഥിരമായി തുടരുന്നു. അമ്മയുടെ അനുഗ്രഹത്താൽ ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി അതിന് പറയുന്നു. പിന്നെ എൻ്റെ കാര്യം, കട എനിക്ക് നടത്താൻ സാധിച്ചില്ല. പക്ഷേ 2.5 ലക്ഷത്തോളം വലിയൊരു കടമായിട്ടാണ് ഞാൻ ആ കട അടയ്ക്കുന്നത്. പക്ഷേ ആ ആഴ്ചയിൽ തന്നെ എനിക്ക് അതിൻ്റെ കടം വീട്ടാനുള്ള വിധത്തിൽ ഒരു സാലറിയോടുകൂടി നല്ലൊരു ജോലി തന്ന് അമ്മ അനുഗ്രഹിക്കുകയുണ്ടായി. ഇപ്പോൾ ആ കടങ്ങളെല്ലാം ഒരു ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നിമിഷം വരെ അമ്മ എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും അതിനും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം, വിദേശത്തേക്ക് തിരിച്ചു പോയപ്പോഴേക്ക് അറബാവിയുടെ ഓഫീസിൽ ഹസ്ബൻഡ് ഉപ്പിട്ട് വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ അറബാവ് കമ്പനിയുടെ ഒരു കാര്യം അവിടെ ഡിക്ലെയർ ചെയ്തു. കമ്പനീനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, എല്ലാവർക്കും സെറ്റിൽമെൻറ്റ് ചെയ്തിട്ട് പോകാവുന്ന വിധത്തിൽ അത് ഹസ്ബൻഡിന് അത് വേണ്ട, അവിടെ നിൽക്കേണ്ട എന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം പെട്ടെന്ന് ഒരുക്കി തന്നു. അങ്ങനെ എന്നെ സംബന്ധിച്ച് അതെല്ലാം അമ്മ റെഡിയാക്കി തന്നതാണ്. അമ്മ ഈശോ വഴി തന്ന അനുഗ്രഹത്തിന് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ 3 ഇവിടെ നിന്ന് അമ്മ വഴി ഈശോ നേടിത്തന്ന അനുഗ്രഹങ്ങൾ. പിന്നെ നാട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് നിന്ന ശേഷം പ്രിൻസിന് മുന്നോട്ട് നിന്ന് പോകാൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. കാരണം 14 വർഷത്തോളം നല്ല ഗ്യാപ്പായിരുന്നു. മരപ്പണിക്കാരനാണ്. പലയിടത്തും പിടിച്ചു നിൽക്കാൻ കുറേ ബുദ്ധിമുട്ടി. ആ സമയത്ത് എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ ഇരുന്നിട്ട് ആകെ ഹസ്ബൻഡ് പറഞ്ഞിരുന്നത്, എനിക്കൊരു തച്ച് മുടങ്ങാതെ എന്നും ജോലി കിട്ടണേ മാതാവേ എന്നാണ്. ആ നിമിഷം തൊട്ട് എനിക്ക് തോന്നുന്നു ഈ നിമിഷം വരെ ഒരു നല്ലൊരു കോൺട്രാക്ടറുടെ കീഴിൽ പണി മുടങ്ങാതെ എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സമാധാനപരമായി ജീവിച്ചു പോകാൻ ഞങ്ങളെ ഈശോയും അമ്മയും ഒത്തിരി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് 8 വർഷത്തോളമായി യൂറിനൽ ഇൻഫെക്ഷനും ഇച്ചിങ്ങും ഉണ്ടായിരുന്നു. അത് ഒത്തിരി മരുന്ന് കഴിച്ച് ഓയിൽമെൻറ്റ് വരട്ട് ഒരു മാറ്റവും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആ സമയത്ത് ഞാനൊരു സാക്ഷ്യത്തിൽ ഒരു അമ്മച്ചി ഈ ഉപ്പിട്ട് തൈലം ഉപയോഗിച്ച് ഇത് മാറിയ സൗഖ്യം പറഞ്ഞു.
അപ്പോഴാണ് എനിക്കും തോന്നിയത് ഞാനും ഉടമ്പടി അല്ലേ, എനിക്കും അത് ഉപയോഗിച്ചുകൂടെ എന്ന്. അപ്പോൾ ഞാനും കുളിക്കാനുള്ള വെള്ളത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു. പിന്നെ ആ 2024 ഒക്ടോബറിലെ ജപമാല റാലിയിലും ഈ ഒരു സൗഖ്യം തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പങ്കെടുത്തത്. എനിക്കതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ടും മാറി. ഇന്നെനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ല. ജോലി സ്ഥലത്താവട്ടെ എവിടെ ആവട്ടെ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലാതെ എവിടെയും പോകാനും യാത്ര ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അത് ഈ അമ്മ വഴി ഈശൻ തന്ന അനുഗ്രഹമാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് ഞങ്ങളൊരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു. 2024 മെയ് 5 ഇവിടെ വന്ന് ചോദിച്ചു. പിറ്റേ മാസം ഇവിടെ വരുന്നതിന് മുമ്പ് അമ്മയെ ഞങ്ങൾക്കൊരു കാറ് തരണേന്ന്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അമ്മ സമയത്തിന് മേലെ അധികാരമുള്ള അമ്മയാണെന്ന്. മെയ് 5 ചോദിച്ചത് ജൂൺ 9 ഞായറാഴ്ചയാണ് ഞാൻ ഇവിടെ വരേണ്ടിയിരുന്നത്. ഞങ്ങൾക്ക് ജൂൺ 5 ഞങ്ങൾ പൈസ പോലും ഫുള്ള് കൊടുത്ത് തീർത്തിട്ടില്ല. അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ആ കാറ് ഞങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചു തന്നു അമ്മ. അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് എൻ്റെ അമ്മച്ചിയുടെ ഒരു രോഗസൗഖ്യമാണ്. അമ്മച്ചിക്ക് 2016 തൊട്ട് ലിവർ സിറോസിസ് ഉള്ള വ്യക്തിയാണ്. അമ്മച്ചിക്ക് അതിൻ്റെ കൂടെ തന്നെ ഓവർ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. ഓവർ ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആൾ വീണ് പോയത് കണ്ടിട്ടാണ് ഞാൻ ലീവ് എടുത്ത് ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വന്നത്. അച്ഛനെ കണ്ടു. അച്ഛൻ മാതാവിനെ മുത്തിച്ചിട്ട് ഒരു ലോക്കറ്റ് തന്നു. ആ ലോക്കറ്റും കൊണ്ട് വീട്ടിൽ ചെന്ന് അമ്മച്ചിക്ക് കൈ മാറിയ നിമിഷം തൊട്ട് പൂർണ്ണ സൗഖ്യം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അമ്മച്ചിയുടെ ആ അവസ്ഥ മാറി. സ്വന്തമായിട്ട് അത് ക്ലീൻ ചെയ്യാനോ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തി കൊടുത്തു. ഞങ്ങളുടെ അവിടെ എല്ലാവരും പറയും അത് മാതാവിൻ്റെ ഒരു അത്ഭുതമായിട്ട്. എല്ലാവർക്കും അത് അമ്മച്ചിനെ കാണുന്ന എല്ലാവരും ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അത് പറയും. അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് വന്ന മാറ്റം എന്ന് വെച്ചാൽ ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നില്ല. പ്രാർത്ഥനയൊക്കെയാണ് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ശേഷം ഞാനും ഹസ്ബൻഡും മുടങ്ങാതെ പള്ളിയിൽ പോകും. ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയും കൃത്യമായിട്ട് ചെല്ലും. അതുപോലെ കിട്ടുന്ന സമയത്തൊക്കെ എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് ഒത്തിരി കൊന്ത ചെല്ലാനുള്ള ഒരു അവസരമുള്ളൊരു ജോലി സ്ഥലമാണ്. അവിടുത്തെ മേഡവും അങ്ങനെ തന്നെ ചെല്ലുന്നതിലും പ്രാർത്ഥന കേൾക്കുന്നതിലൊന്നും ഒരു ഇതിനും പറയില്ല. അപ്പം ഞാൻ ഒത്തിരി സമയം പ്രാർത്ഥന ചൊല്ലുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ കൃപാസന പത്രം വാങ്ങിച്ച് ഞാൻ വിതരണം ചെയ്യുന്നുണ്ട്. എനിക്കറിയുന്നിടത്തും പള്ളിയിലും പറ്റുന്ന സ്ഥലത്തൊക്കെ. അതുകൂടാതെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ആദ്യം സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ. പക്ഷേ ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിലെ റോസി ചേച്ചി ബ്രദറും കൂടി എല്ലാ ആതുരാലയങ്ങളിലും പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അറിഞ്ഞ നിമിഷം തൊട്ട് ഞാൻ എന്നും ജോലിക്ക് പോകുന്ന വഴി പൊതിച്ചോറ് അവിടെ കൊടുത്തിട്ടാണ് പോകുന്നത്. അതുപോലെ എനിക്ക് ജോലി കിട്ടിയിട്ടുള്ള സമയം തൊട്ട് ഈ നിമിഷം വരെ ഒരു വലിയ തുകയൊന്നുമല്ല, ഒരു 1000 രൂപ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുട്ടികളെ നോക്കുന്ന ഒരു സിസ്റ്ററിന് ഞാൻ അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ മുണ്ടമ്പലി പള്ളിയിൽ സേവർഗാൻ വട്ടയലച്ചൻ ദശാംശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞൊരു ധ്യാനം നടത്തിയപ്പോൾ അത്ര നാൾ തോന്നാത്തത് ഒരു കാര്യം എനിക്ക് തോന്നി. ശമ്പളം കിട്ടുമ്പോൾ വലിയ ശമ്പളമൊന്നുമല്ല, എന്നാലും കിട്ടുന്ന ശമ്പളത്തിൽ ഒരു 500 രൂപ സാലറി എടുത്തിട്ട് വരുമ്പോൾ തന്നെ പള്ളിയിൽ ഞാൻ നിക്ഷേപിച്ചിട്ടാണ് ഞാൻ പോരുന്നത്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. മറവിയാൽ ഉപേക്ഷിച്ചാലും ഞാൻ എന്തെങ്കിലും സാക്ഷ്യത്തിൽ തെറ്റുകുറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈശോയ്ക്കും അമ്മയോടും മാപ്പ് പറയുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. വിശുദ്ധഗ്രന്ഥത്തിലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 41-ാം അധ്യായം 13-ാം വചനമാണിത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മെറിറ്റും പോകുമ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന ഒരു വലിയ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. ഇവിടെ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ, ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കരം പിടിച്ചുകൊണ്ട് നമ്മെ നടത്തുന്ന ഈശോയും അമ്മയും നമുക്ക് പുത്തൻ വഴികളാണ് തുറന്നു തരുന്നത്. പരിശുദ്ധ അമ്മ തുറന്നു തരുന്ന വഴികൾ നമ്മെ ഉടമ്പടികളുടെ പുതിയ അവകാശികളാക്കി മാറ്റുകയാണ്. മേരി ഫ്രാൻസിന എന്ന മകളും കുടുംബവും പറഞ്ഞ സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതും ഇതാണ്. ഈശോയും അമ്മയും ഒരുക്കി കൊടുത്ത പുത്തൻ വഴികളിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ ഇവർക്ക് ഈശോയും അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും സഹായവും
ഉടമ്പടി മൂന്നാമത്തെ പുതുക്കലിൽ, അതായത് 2 പ്രാവശ്യം പുതുക്കിയിരുന്നു. കടബാധ്യതകളുണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിലാണ് ഉടമ്പടി എടുക്കുന്നത്. മൂന്നാമത്തെ പുതുക്കലിൽ ആ 3 മാസം തുടർച്ചയായിട്ട് ഈശോയും അമ്മയും ഇവിടെ കാര്യങ്ങളിൽ ഓരോന്നായിട്ട് ഇടപെടുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. കടം കാരണം കട പൂട്ടാൻ വരുന്ന ആ സാഹചര്യത്തിൽ ഈശോ ഒരു പുതിയ ജോലി കൊടുത്തു. മകന് SSR അഗ്നിവീർ നേവിയിൽ ഒരു പുതിയ ജോലി കൊടുത്തു. 16 വർഷമായി ഗൾഫ് ജീവിതം കഴിഞ്ഞ് തിരിച്ചു വന്ന ഹസ്ബൻഡിനും ഒരു വഴി വരുമാനത്തിനായിട്ടുള്ളൊരു വഴി തെളിച്ചു കൊടുത്തു. പിന്നെ ഉണ്ടായിരുന്ന രോഗസൗഖ്യമാണ്. ഈ മോൾക്കുണ്ടായിരുന്ന യൂറിനറി ഇൻഫെക്ഷൻ, 8 വർഷം ഉണ്ടായിരുന്ന യൂറിനറി ഇൻഫെക്ഷനാണ് സമയ ചുരുക്കത്തിൻ്റെ മാതാവ് ഇവിടെ ഉടമ്പടി എടുത്ത ഉടനെ അവരുടെ ജീവിതത്തിൽ ആ സൗഖ്യം നൽകി ഈ മകളെയും അമ്മയെയും സൗഖ്യമാക്കിയത്. പിന്നീട് ഇവിടെ ഒരാവശ്യം, അമ്മയുടെ സന്നിധിയിൽ വന്നു പോകാനായിട്ട് ഒരു യാത്രയ്ക്കുള്ള ഒരു വണ്ടി, ആ കാറും ഗ്രേ കളറിൽ തന്നെ, അമ്മയുടെ കളറിൽ തന്നെയാണ് ഇവരെ അനുഗ്രഹിച്ച് നൽകിയത്. സമയ ചുരുക്കത്തിൻ്റെ മേൽ അധികാരമുള്ള പരിശുദ്ധ അമ്മ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി കാത്തുപരിപാലിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് വഴി അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈശോയുടെ അമ്മ പറയുന്നത് എന്തും ഈശോ ചെയ്തു തരികയാണ്. കാനായിൽ വെച്ച് പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ അമ്മ സ്വന്തം അവിടുത്തെ കാര്യം കൈകാര്യം ചെയ്യാൻ പോയില്ല. മകൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും അമ്മ മകനോട് ചെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്ക് കൂട്ടായി നിൽക്കുന്നത് ഈശോയും അമ്മയുമാണ്. ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ഭൂമിയിലേക്ക് നടത്തിയ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ നിയോഗം സമർപ്പിക്കുമ്പോഴും നമ്മൾ വിശ്വാസം നഷ്ടപ്പെടാതെ വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ നമുക്ക് ഉടമ്പടി ജീവിതം നയിക്കാം. ഓരോ പ്രാവശ്യവും നമ്മൾ അമ്മയുടെ സന്നിധിയിൽ വന്ന് പോകുമ്പോഴും അമ്മ നമ്മുടെ കണ്ണുനീര് തുടച്ച് നീക്കുകയല്ലാതെ അമ്മ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി തരുന്ന ഒരമ്മയാണ്. നമ്മൾ എത്ര ദൂരെ പോയാലും അമ്മ നമ്മുടെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് നടത്തുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്കും നമ്മുടെ ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ച് ഈശോയുടെ കരങ്ങൾ ഈശോയുടെ അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആലയത്തിൽ നിന്ന് പോകുമ്പോൾ വിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.